നമസ്കാരം എല്ലാവർക്കും. ഇന്നിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം വൈകിട്ടത്തേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മളിന്ന് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഏത്തയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് മാവ് എടുക്കാം. മൈദാമാവാണ്. മൈദാമാവിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത്. കളർ പൊടിക്ക് പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് മാത്രമേ ആകാവുള്ളൂ. കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ നമുക്ക് ലേശം ഉപ്പിടണം. അതിനുശേഷം നമുക്കൊരല്പം ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അപ്പത്തിൻ്റെ പരുവത്തിൽ മതി. ഒരുപാട് അങ്ങ് വെള്ളമായി കഴിഞ്ഞാൽ ഏത്തയ്ക്കായിൽ പിടിക്കാതിരിക്കും. അപ്പം നമുക്ക് ഒരു കട്ടിക്ക് തന്നെ നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്ത് ഈ മാവിലോട്ട് ഇടാവുന്നതാണ്. എണ്ണ ഇപ്പം ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവിലോട്ട് മുക്കി ഏത്തയ്ക്കാപ്പത്തിനായിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. രാവിലെ ഞാനിന്ന് പതിവ് പോലെ ജോലിക്ക് പോയി. ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു സംഭവങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 21 ആരോരുമില്ലാത്ത ആൾക്കാരെ ഇന്ന് ഗാന്ധി ഭവനിൽ കൊണ്ടുവന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കേട്ടോ. ഒരുപാട് അമ്മമാരും ഒരുപാട് പ്രായമുള്ള അച്ഛന്മാരും എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, അവരെല്ലാം കണ്ടപ്പോൾ എല്ലാവരും തലമുടിയൊക്കെ വളർന്ന് നഖമൊക്കെ വളർന്ന് ഒരുപാട് ദിവസമായി കുളിക്കാതെ, അതുപോലെ ഒടിഞ്ഞ കാല്, അതുപോലെ യൂറിൻ ബാഗുകൾ, അങ്ങനെ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. അതിൽ മലയാളികളുണ്ട്, തമിഴരായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആരുമില്ലാതെ ആശുപത്രിയിലെ 9ാം വാർഡിലും ഒക്കെ കിടന്നിട്ട് എങ്ങും പോകാൻ ഇടമില്ലാതെ വന്നപ്പോൾ ഹോസ്പിറ്റലുകാരിടപെട്ട് ഒരുപാട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് അവരെ എല്ലാം ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു. പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇന്നത്തെ വലിയ വിശേഷം. അപ്പം നമ്മുടെ ഏത്തയ്ക്കപ്പം ദാണ്ട റെഡിയായി വരുന്നു. നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്കയായിരുന്നു. അപ്പം ഞാൻ കടയിൽ പോയി ഏത്തയ്ക്ക മേടിച്ചപ്പോൾ കുറച്ച് പഴുത്തത് തന്നെയാണ് വാങ്ങിച്ചത്. കാരണം പഴുത്തതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴുത്ത ഏത്തയ്ക്കയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക ഏകദേശമൊക്കെ റെഡിയായി വെന്ത് മൂത്ത് നമ്മൾ ഏത്തയ്ക്കപ്പം കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് കടിഞ്ചായ കൂട്ടി എല്ലാവർക്കും കൂടി കഴിക്കാം. ഇനി ഒരു ട്രിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കാനുള്ള ഏത്തയ്ക്ക ഉണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഒരിക്കൽ കൂടി കരുതുന്നു. അപ്പം നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്